ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ സുഖമല്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നമ്മുടെ നാട്, നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയിട്ട് 78 വർഷമായി. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു ആ ഒരു നിമിഷം ഓർമ്മയിലോട്ട് വന്നതിന്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ സ്വാതന്ത്ര്യദിനം വരുമ്പോഴത്തേക്കും പണ്ട് സ്കൂളിൽ ആ ഒരു ഓർമ്മയൊക്കെ പെട്ടെന്ന് മനസ്സിലോട്ട് വന്നു. ഹെഡ് മാസ്റ്റർ കുട്ടികളെല്ലാം നിറഞ്ഞിങ്ങനെ വരിവരിയായിട്ട് നിൽക്കും. ഹെഡ് മാസ്റ്റർ വന്ന് കൊടിയേറ്റുന്നതും ഒക്കെ പെട്ടെന്നൊരു ഓർമ്മ വന്നു. അപ്പം നമുക്ക് ഭാരതത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. അപ്പം എല്ലാവരെയും നമിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യദിന ആശംസയും നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. ഒരു മധുരം തന്നെ ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു പൈനാപ്പിൾ കൊണ്ട് ഒരു മധുരമാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും സന്തോഷമുള്ള ദിവസമല്ല, അപ്പോൾ മധുരം തന്നെയാണ് നല്ലത്. അപ്പോൾ എങ്ങനെ ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പഴുത്ത പൈനാപ്പിൾ അങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ പുറമെല്ലാം ചെത്തി കളഞ്ഞിട്ട് നമുക്കെടുക്കാം. ഇതേപോലെ രണ്ട് സൈഡും. ഇപ്പോൾ ഒരുമാതിരി പഴുത്ത് തന്നെ എടുക്കണം. ഈ മുള്ളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ചെത്തി കളയാം. അപ്പോൾ ഈ മുള്ളിൻ്റെ ആ ഭാഗം കഴിവത് അങ്ങ് കട്ട് ചെയ്ത് എടുക്കാമെന്നുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തെ ആ മുള്ളിൻ്റെ ഭാഗമൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാനിത് രണ്ടായിട്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇനി നമുക്കിത് ഈ ഒരു കനത്തിൽ, ഒരുപാട് കനം കൂടണ്ട, ഈ ഒരു കനത്തിൽ നമുക്കത് മുറിച്ചങ്ങോട്ട് എടുക്കാം. തീരെ കട്ടി കുറയാനും പാടില്ല. ഇതേപോലെ നമ്മുടെ ആവശ്യത്തിന് ഈ ഒരു വളപ്പ് മതിക്ക് അത്ര എടുത്താൽ മതി. ഞാൻ ഏതായാലും കുറച്ചുകൂടെ എടുക്കുകയാണ്. എപ്പോഴും റെഡി ആക്കണ്ടല്ലോ. ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം. ഇതേപോലെ ഇപ്പം നമ്മളിത് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേടുള്ള ഭാഗമാണെങ്കിൽ എടുക്കേണ്ട, അതങ്ങ് കളഞ്ഞേക്കണം. കേടില്ലാത്ത മാത്രം എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇപ്പം നമ്മൾ ഈ പൈനാപ്പിൾ കൊണ്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, മധുരമൊക്കെ ചേർത്ത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങും ഒക്കെ വേണം. എന്തൊക്കെയാണ് ആ കോട്ടിങ്ങെന്ന് നോക്കാം. നമുക്ക് അത്രയും സാധനത്തിലുള്ള കുറച്ച് അരിപ്പൊടിയാണ് ഇത്. നമ്മൾ പത്തിരിക്കോ പാലപ്പത്തിനോ ഇടിയപ്പത്തിനോ ഒക്കെ ചേർക്കുന്ന പച്ചരിപ്പൊടി. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് കടലമാവാണ്, അതും കുറച്ചെടുക്കാം. അത് ഞാനൊരു 3 അളവിൽ അതും എടുത്തു. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര, ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ചെടുത്തത് അതിലങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്, ഒരല്പം കളറിന് വേണ്ടി. അതല്ലെന്ന് കളറാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നിർത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. അല്പം വെള്ളം കൂടെ വേണം. കുറച്ചുകൂടെ ഒഴിക്കും. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിരിക്കുന്നത്. മധുരം നോക്കി ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ പൈനാപ്പിളിൽ മധുരം ഉള്ളതാണ്, അത് നോക്കി വേണം അത് പഞ്ചസാര ഇടാനായിട്ട്. അതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കട്ടയൊക്കെ എല്ലാം മാറിയതിന് ശേഷം ഇതേ പരുവത്തിൽ ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതേ രീതിയിൽ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കട്ടെ. ഒരു പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒന്ന് വെക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഓയിലോ എല്ലാം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കുകയാണ്. നല്ലപോലെ ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഓരോന്ന് അങ്ങോട്ട് പരക്കി വിട്ടിടാം. ഇങ്ങനെ
ചൂടായ എണ്ണയിലോട്ട് അങ്ങോട്ടിടുക. അപ്പം ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യമേ തന്നെ മറിച്ചങ്ങോട്ട് ഇട്ടത് ഇതേപോലെ ഉണ്ട്. അപ്പം നമുക്ക് കുറേശ്ശെ ഇട്ട് ഇങ്ങോട്ട് 2 സൈഡും മുരിച്ചിങ്ങോട്ട് എടുക്കണം. ഇനി നമുക്ക് 2 സൈഡും ഒരുപോലെ ഒന്ന് ഇതേപോലെ കരിഞ്ഞു പോകാതെ ഇങ്ങോട്ട് കോരിയെടുക്കുക. ഈ എണ്ണ ഒന്ന് നിർത്തി ഇങ്ങനെ കോരണം കേട്ടോ. ഇതേപോലെ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കി കൊടുത്ത് വറുത്ത് വെക്കട്ടെ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. 2 ഭാഗം ഒരുപോലെ ഒന്ന് പൊരിഞ്ഞതിന് ശേഷം അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഇതങ്ങ് മാറ്റാം. അപ്പോൾ സ്വാതന്ത്ര്യദിനമല്ലേ, തീർച്ചയായിട്ടും ഒരു മധുരം തന്നെയാണ് നമ്മൾ ചെയ്ത്. പൈനാപ്പിളും ഉണ്ട്. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇച്ചിരി പഴുത്ത പൈനാപ്പിൾ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് എടുക്കുമ്പോൾ പഴുത്ത തന്നെ എടുക്കണം, എന്നാലേ മധുരം കിട്ടത്തുള്ളൂ. ഷംലേ നോക്കിക്കാണല്ലോ, നമ്മുടെ പൈനാപ്പിൾ ബജ്ജി അല്ലേ, അങ്ങനെ വേണം പറയാം. ഏത്തയ്ക്കാപ്പവും പല ഇത് നമ്മൾ തിന്നിട്ടുണ്ടല്ലോ. മുളക് ബജി, ഏത്തയ്ക്കാപ്പം, പൈനാപ്പിൾ ബജി ഒന്ന് തിന്നു നോക്കട്ടല്ലേ. എങ്ങനെയുണ്ട്? ഇപ്പോൾ സാധനം നല്ല രുചിയുണ്ട്. അപ്പോൾ ഒരു പൈനാപ്പിൾ മേടിച്ചാൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള സാധനം കൊണ്ടാണ് അല്ലേ, നല്ല രുചിയുണ്ട് കേട്ടോ. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതലിടാം. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് മധുരമായിട്ടിരിക്കുന്നത്. പഞ്ചസാര നോക്കി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മധുരം കൂടുതൽ ഉണ്ടാക്കി ഇത്തിരി പഞ്ചസാര ഇട്ടാൽ മതി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മധുരം ഇത് തിന്നിട്ട്, സത്യമായിട്ട് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും പൈനാപ്പിൾ മേടിക്കുമ്പോൾ ഇതേ രീതി ചെയ്ത് നോക്കിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പൈനാപ്പിൾ ബജി അല്ലേ. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിലെ ബെൽ ബട്ടണൂടെ മറക്കാതെ അമർത്തിയേക്കണം. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.